Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പൂരിയാണ്. ഉരുളക്കിഴങ്ങും മരിപ്പൊടിയും വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു സോസ് പാൻ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് വെള്ളം, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി വെള്ളം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് 1/2 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും വെള്ളം ആവുന്ന വിധത്തിൽ വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വേവിച്ച് ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് പൊടിയുമായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ എരിവ് കുറച്ച് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി കൂടി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ടേസ്റ്റ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായി കൈ വെച്ച് ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേശ്ശെ എണ്ണ കയ്യിൽ ആക്കിയതിന് ശേഷം കുഴച്ചെടുക്കുക. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അങ്ങനെ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുള്ള മാവ് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തട്ടിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഓരോ ബോൾസ് വീതം വെച്ച് റോളർ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ എണ്ണ തടവുന്നത് നമുക്ക് പരത്തിയിട്ട് എടുക്കുന്ന സമയത്ത് എളുപ്പത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ തടവി ഓരോ ബോൾസ് വെച്ച് പരത്തിയെടുക്കുകയാണ്. പിന്നെ ഇത് ചപ്പാത്തി മാവിൻ്റെ അത്രയും കട്ടിയില്ലാത്തത് കൊണ്ട് പതിയേനെ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. ഒത്തിരി പ്രസ് ചെയ്ത് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ അതിങ്ങനെ പൊട്ടിപ്പോവും, മാവ് പൊട്ടിപ്പോവും. അതുകൊണ്ട് പതുക്കേനെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പരത്തിയതിന് ശേഷം ഒരു മൂടി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബൗൾ വെച്ചിട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വലിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുട്ടി കുട്ടി പൂരീസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ബൗൾ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആ ഒരു തട്ടിൽ നിന്ന് എടുക്കുമ്പോഴും വളരെ പതിയേനെ വേണം എടുക്കാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും. അങ്ങനെ ഞാൻ മാവ് മുഴുവനായിട്ടും ഞാൻ പരത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം പൂരി അതിലേക്ക് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങൊക്കെ ആയതുകൊണ്ട് തന്നെ എണ്ണ ഒത്തിരി അതിലേക്ക് വലിച്ചെടുക്കും. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ഓരോ പൂരി വീതം ഇട്ട് കൊടുത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ പതിയാൻ അതിന് മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ നന്നായിട്ട് പൊള്ളച്ച് വരും കേട്ടോ. പൂരി നല്ലതുപോലെ പൊള്ളച്ച് വരും. തിരിച്ചും മറിച്ചും ഇട്ട് രണ്ട് ഭാഗവും ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് വെക്കാം. അപ്പോൾ അതിൽ കൂടുതലുള്ള എണ്ണയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടിഷ്യൂ പേപ്പറിലോട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ പൂരി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയാണ്. ഇതിന് കൂടെ വേറെ എക്സ്ട്രാ കറികളൊന്നും ആവശ്യമൊന്നുമില്ല. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ എണ്ണയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എന്നും ഉണ്ടാക്കി കഴിക്കാൻ ഞാൻ പ്രിഫർ ചെയ്യില്ല. വല്ലപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിന് കൂടെ ഇപ്പോൾ കറികൾ എന്തെങ്കിലും വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് കുറച്ച് തേങ്ങാ ചമ്മന്തി ഉണ്ടാവുകയാണെങ്കിൽ നല്ല എരിവുള്ള തേങ്ങാ ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ കിടിലനായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.